ബോച്ചയും മോണോലിസയും തരംഗമായി മാറിയ കാഴ്ച നമ്മൾ ഏവരും കണ്ടു. വളരെ സന്തോഷം അതിൽ തോന്നി. മോനി ഭോസ്ലെ എന്നാണ് മോണോലിസയുടെ പേര്. 16 വയസ്സ് മാത്രമാണ് പ്രായം. പാവപ്പെട്ടൊരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. മഹാകുംഭമേളയുടെ ഭാഗമായി മോണോലിസയുടെ വീഡിയോകളും ഫോട്ടോയും വൈറലായി. ആൾക്കാർ മോണോലിസയോടൊപ്പം ചിത്രമെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷം തോന്നിയാണ്. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വലിയ നിലയിലേക്ക് എത്തുന്നത് നമുക്ക് എല്ലാ സന്തോഷമാണ് കാണാൻ. ആ മോണോലിസയെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം ഈലോൺ മസ്ക് ആയ ബോച്ചെ. ബോച്ചെ എന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായി അറിയാം. പക്ഷെ അദ്ദേഹം ഹണി റോസുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ വാക്ക് പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷെ ബോച്ചെ ബോച്ചെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ബോച്ചെ വീണ്ടും തരംഗമാകുന്നത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ വെള്ളിയാഴ്ച ചെമ്മണ്ണൂർ ജുവലേഴ്സിന്റെ കോഴിക്കോടെ ഷോറൂമാണ് നമ്മുടെ മോണോലിസ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അത് ട്രാഫിക് ബ്ലോക്കുകളും അല്ലെങ്കിൽ അവിടെ ഒരു തരംഗം ഉണ്ടാക്കി കോഴിക്കോടെ ഒരുപാട് പേര് വിളിച്ചു പറയുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് മോണോലിസയെ കാറിൽ അങ്ങോട്ട് കൊണ്ടുവന്നത്. ബോച്ചെ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് നമുക്കറിയാമല്ലോ. ഒരുപാട് പേർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഓടി വരികയും ബോച്ചെ അവിടെ ഒരു തരംഗമായി മാറുകയും ചെയ്തത് എനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. അതോടൊപ്പം 15 ലക്ഷം രൂപ എന്ന് ചില ആൾക്കാർ പറയുന്നു, ചില ആൾക്കാർ വേറെ വിലകൾ പറയുന്നു. എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബോച്ചെ ഒരു ഡയമണ്ട് നെക്ലസ് നമ്മുടെ മോണോലിസയുടെ കഴുത്തിന് ചുറ്റും അണിയിച്ചത് ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നു. കാര്യം ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹണി റോസിനുള്ളൊരു മറുപടി കൂടെയാണ്. ഞാൻ സാധാരണ ഒരാളെ വിമർശിച്ചുകൊണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ പോലും ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. കഴിയുന്നത്ര പോസിറ്റീവ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത് ഹണി റോസ് കൂടെ കാണുന്നുണ്ടല്ലോ എന്ന് സർക്കാസം വെച്ച് ചോദിച്ചതിന്റെ റീസൺ അതാണ്. പൊതുവേ ഞാൻ സർക്കാസം ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷെ ഹണി റോസ് കാണേണ്ടത്, ഹണി റോസിനെ 2-3 ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഇതേപോലെ വലിയ റേറ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലിടാൻ കൂട്ടുനിന്നതും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് സെക്ഷൽ അസോൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് വൃത്തികേട് കാണിച്ചതും ഓവർ ആക്കിയത് നമ്മളെല്ലാം കണ്ടതാണ്. അവർ പറഞ്ഞ ആ വാക്ക് പ്രയോഗം തെറ്റി, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനർത്ഥം സെക്ഷൽ അസോൾട്ട് ചെയ്തു എന്നും ജയിലിലിടണമെന്നും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്യണമെന്നും അത്രയും ന്യായം പറഞ്ഞ ഞാൻ അടക്കമുള്ള, അതായത് ആ പ്രത്യേക വാക്ക് തെറ്റായി പോയി, ഹണി റോസിനോട് ക്ഷമ പറയണം ബോച്ചെ എന്ന് പറഞ്ഞ് എനിക്കെതിരെ വരെ 1-2 പരാതി കൊടുക്കുന്ന ഹണി റോസ് ഇത് കാണണം. ഹണി റോസ് മാത്രമല്ല, ഈ നാട്ടിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്ന് ഹണി റോസ് മനസ്സിലാക്കണം. അതുകൊണ്ട് ഹണി റോസിനേക്കാൾ വൈറലായി നമ്മുടെ മോണോലിസ മാറിയത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മറച്ചു വെക്കുന്നൊന്നുമില്ല. അല്ലാതെ ഈ ഹണി റോസ് പറയുന്ന പോലെ ആരെങ്കിലും അറസ്റ്റിലായതുകൊണ്ട് എനിക്ക് സന്തോഷമൊന്നുമില്ല എന്ന് പറയുന്ന കള്ളത്തരമൊന്നുമില്ല. അങ്ങനത്തെ ഹിപ്പോക്രസി ഒന്നുമില്ല. പറയുന്നത് നേരിട്ട് പറയും, നേരിട്ട് പറയാനുള്ള പറയുക തന്നെ ചെയ്യും. എത്ര കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും പറയും. അതുകൊണ്ട് ഹണി റോസ് ഇത് കാണണം. ഹണി റോസിനേക്കാൾ ഗംഭീരമായ രീതിയിൽ മോണോലിസ വൈറലാകുകയും മോണോലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജുവലറി ഉദ്ഘാടനം ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ബോച്ചയുടെ ഒരു വിജയമാണ്. ബോച്ചയുടെ ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബോച്ചയ്ക്ക് വ്യത്യസ്ത വിലകളുള്ള മാല അണിയിച്ചു എന്നൊക്കെ പറയുന്നു. 15 ലക്ഷം രൂപയ്ക്കധികമാണ് മോണോലിസയെ ഓരോന്റെ വാക്കുകൾ കാണുകയായിരുന്നു. എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു സിനിമയൊക്കെ ഈ മോണോലിസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തുള്ള വ്യക്തികളെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ഇതേപോലത്തെ വ്യക്തികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും മോണോലിസ പോലുള്ള ആൾക്കാർ കൂടുതലായി വരികയും മഹാകുംഭമേളയിൽ ഇന്ത്യ മുഴുവൻ വൈറലായ മോണോലിസയെ അങ്ങനെ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ എത്തിക്കാൻ കഴിഞ്ഞ ബോച്ചയ്ക്ക് ഒരു കയ്യടി. ബോച്ച ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് വീട് വെച്ച് കൊടുക്കട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കട്ടെ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് രക്തദാനത്തിലേക്ക് കൊണ്ടുവരട്ടെ. ഇതേപോലുള്ള ഒരുപാട് പാവപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരികയും നാട് മുഴുവൻ അവർക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനും കഴിയട്ടെ. അത് വളരെ സന്തോഷമുണ്ട്. ബോച്ചെ യു റോക്ക്. മോണോലിസ, യു ആർ ദ പ്രൈഡ് ഓഫ് ഇന്ത്യ.